ഈശോയിൽ പ്രിയമുള്ളവരെ, വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് സാധാരണക്കാര് വിചാരിക്കുന്നത്, അതായത് കൂടി വരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ് അവിഹിത ബന്ധം എന്ന് വിളിക്കുന്ന മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ ഇതിനകത്ത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയ കാലഘട്ടത്തിൽ ഇത് ഉണ്ടാകുന്നു എന്നുള്ളതാണോ അതോ ഉണ്ടാകുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നതാണോ എന്ന് നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങള് സമൂഹം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ ബ്രെയിനിൽ വന്ന ഡിഫറൻസസ് ആണ്. നമ്മളെല്ലാം തിന്മയാണ്, അവര് പാപം ചെയ്യുന്നു, തിന്മ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം അതൊരു മോളിൽ കൂടെയുള്ള ഒരു പറച്ചില, ഫസ്റ്റ് ലെയർ ആണ് അത്. അതിനെന്താ കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റിലേഷൻഷിപ്പുകളിലെ ഇഷ്യൂസ്, ഇങ്ങനത്തെ എക്സ്ട്രാ അഫെയറുകളിലേക്ക് എന്തുകൊണ്ടാണ് മനുഷ്യർ പോകുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ബ്രെയിൻ പണ്ട് കാലത്ത് അഡ്ജസ്റ്റ്മെന്റിനും സഫറിങ്ങിനും സ്ട്രഗിളിങ്ങിനും അനുകൂലമായിട്ടുള്ള രീതിയിലാണ് മനുഷ്യന്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോ മനുഷ്യൻ റിലാക്സേഷൻ ആണ് ആഗ്രഹിക്കുന്നത്, എന്റർടൈൻമെന്റ് ആണ് ആഗ്രഹിക്കുന്നത്, ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എന്റർടൈൻമെന്റ് പർപ്പസ്, കോമഡി, ഫണ്ണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മനുഷ്യനെ അട്രാക്റ്റഡ് ആവുന്നത്. അവിടെ നമുക്കൊരു നെഗറ്റിവിറ്റിയോ വല്ല ഫിലോസഫിയോ ഒരു അഡ്വൈസോ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും, നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ മൈൻഡിന് വേണ്ടത് ഡോപ്പമിൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹാപ്പിനെസിന്റെ ഹോർമോണുകൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വിവാഹ ജീവിതത്തില് വിവാഹം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മെയിൻ സംഗതി അല്ല വിവാഹത്തിന്റെ. അത് റിയൽ ലൈഫാണ് മാരേജ് എന്ന് പറഞ്ഞാൽ. അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ഫണ്ണും എന്റർടൈൻമെന്റും മാത്രമുള്ള അതൊക്കെ എലമെന്റ്സ് ആണ്. സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ ദാമ്പത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. പക്ഷെ ദാമ്പത്യത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പരസ്പരം തല്ലുപിടിക്കും, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി ഇതുണ്ടാവും, ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ്. അതാണ് അതിന്റെ റിയാലിറ്റി. പക്ഷെ എന്താന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഈ സന്തോഷത്തിന്റെ ഹോർമോണുകളെ തരയുന്നത് കൊണ്ട് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, സ്ട്രഗിൾ വരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ബ്രെയിനിന്റെ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള അഫെയറുകൾ പല ദമ്പതികൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭർത്താക്കന്മാർക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പഴയ കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തുണ്ടായിരുന്നു. സ്ത്രീകള് തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നു, അത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ത്രീകളും അവരവരുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഇതിലേക്ക് പോവാണ്. മക്കളെക്കാൾ ഉപരിയായിട്ട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ ചില തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നത് ന്യൂസുകളിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു അല്ലെ. ഇതെല്ലാവരും അവനവന്റെ ഹാപ്പിനെസ്സിനെ തരാൻ തുടങ്ങി, എല്ലാവരും സെൽഫ് ഓറിയന്റഡ് ആവാൻ തുടങ്ങി. എന്റെ സന്തോഷം ഞാൻ എന്തിനു സാക്രിഫൈസ് ചെയ്യണം, എനിക്ക് ഹാപ്പിനെസ് ആണ് വേണ്ടത്, എന്റെ മൈൻഡിന് റിലാക്സാക്ഷൻ ആണ് വേണ്ടത്, അങ്ങനെയാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. സോ ആ ബ്രെയിനിന്റെ ഡിസൈനിങ്ങിന് വന്ന മാറ്റം, മനുഷ്യന്റെ മനസ്സിന് വന്ന മാറ്റത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതല്ലാതെ വെറുതെ എല്ലാം പാപമാണെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് സൊല്യൂഷൻ ആയില്ല. നമുക്ക് പറയാമെന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ മനസ്സിന് വന്ന മാറ്റത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, റിയാലിറ്റിയിൽ ജീവിക്കാനുള്ള മനുഷ്യന്റെ മടിയാണ്. സാക്രിഫൈസ് ചെയ്യുന്നത് കുറവാണ്. അതായത് സാക്രിഫൈസ് ചെയ്യുന്നത് മണ്ടനാണ്, നീ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത് നടന്നു. സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഇടത്തു നിന്ന് നമ്മൾ ഇറങ്ങി പോണെന്നാ പറയുന്നത് അല്ലെ. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ വരെ പറയുന്നത് നിന്റെ ഭർത്താവ് തന്നെ സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നില്ല. സോ ഇതൊക്കെ സാക്രിഫൈസുകൾ, അഡ്ജസ്റ്റ്മെന്റ്, സാരല്ല എന്ന് വെക്കല്, പിന്നെ എഫേർട്ട് ഇടല്, നമ്മളെ ഷെയിംലെസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിലനിൽക്കാന്ന് നമുക്ക് ഇപ്പൊ എനിക്ക് ഒരു കാലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊരു ഷെയിംലെസ് ആണ്, എനിക്ക് ഒന്നും കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ എന്തിനു വേണ്ടി നിൽക്കണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, ഒരു പെർസ്പെക്റ്റീവ് ആണത്. എനിക്ക് സന്തോഷം, എനിക്ക് സെൽഫ് റെസ്പെക്ട് വേണം, എനിക്ക് സ്നേഹം വേണം, എനിക്ക് കെയർ വേണം, എനിക്ക് വേണ്ടി ആളുകൾ, എന്റെ പാർട്ട്ണർ എഫേർട്ട് ഇടണം, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകണം, അയാളുടെ കാര്യം മറന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മറ്റൊരാളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഒന്ന്. മറ്റൊന്ന്, ഇത് നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്ക് തോന്നുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യം കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നത്, നീ എന്തിനാ നിന്റെ സെൽഫ് ആവാണ്ട് നീ എന്തിനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നീ എന്തിനാ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്, നീ എന്തിനാ നിന്റെ റൈറ്റ്സിന് വേണ്ടി നീ എന്താ ഫൈറ്റ് ചെയ്യാത്തത്? അപ്പൊ നമ്മൾ ഇവിടെ ഒരു മത്സരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിചാരിക്കുകയാണ്. വി ആർ എക്സ്പെക്ടിങ് എ ലോട്ട് ഫ്രം ദ അതർ പേഴ്സൺ ബട്ട് വി ആർ നോട്ട് റെഡി ടു ഗിവ്.
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ദമ്പതികളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇപ്പൊ കൊറിയൻ ഡ്രാമയൊക്കെ കുട്ടികൾ ഒരുപാട് കാണുന്നുണ്ട്. കാണരുതെന്നൊക്കെ നമ്മുടെ ചർച്ചിലൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ ഒരു റിലേഷൻഷിപ്പിനെ അളക്കുന്നത്. സോ പാർട്ട്ണർക്ക് വേണ്ടി എന്തുമാത്രം എഫേർട്ട് ഇടുന്ന ഒരാള് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ക്രിയേറ്റഡ് ആവാണ്. അപ്പൊ എന്നോട് 2K കിഡ്സ് എന്ന് പറയുന്നവർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊറിയൻ ഡ്രാമ ഒരുപാട് കാണുമായിരുന്നു. അത് കണ്ട് എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആയി. എന്റെ പാർട്ട്ണർ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആവാണ്ട് വരുമ്പോൾ നമുക്ക് സ്ട്രെസ്ഡ് ആവണം. സോ ഹി ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ്. അയാൾ എനിക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നില്ല. ഓരോന്നിനും നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുക. നമുക്ക് നോളജ് വയ്ക്കുക. എഫേർട്ട് ഇടുന്നതാണ് റിലേഷൻഷിപ്പിൽ. അത് നമ്മൾ ആരും എഡ്യൂക്കേറ്റ് ചെയ്തു. ഒരാൾ നമ്മുടെ ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, ഭാര്യയുടെ ഹാൻഡ് ബാഗ് പിടിച്ച് നടക്കുക. അതൊരു ട്രെൻഡാ, ന്യൂജൻ കുട്ടികൾക്കിടയിലുള്ള ഒരു ട്രെൻഡാണ് ഭാര്യയുടെ ഹാൻഡ് ബാഗ് പിടിക്കുക എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ബ്രെയിനിൽ ഡിസൈഡഡ് ആയ ഒരു വ്യക്തി എന്റെ ഹസ്ബൻഡ് എന്റെ ഹാൻഡ് ബാഗ് പോയിട്ട് എന്റെ കൈ പോലും പിടിച്ച് നടക്കുന്നില്ല എന്ന് വരുമ്പോൾ, പബ്ലിക് പ്ലേസിൽ കൈ പിടിക്കുന്നില്ല, ചേർത്ത് പിടിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് തോന്നുന്നു അവർ അതുമായിട്ട് കമ്പയർ ചെയ്യാം, ആ സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്യാം. ഓ അതാണ് ശരി, ഇവിടെ ഇത് നടക്കുന്നില്ല, അപ്പൊ ഇത് കുറവുള്ളതാണ്. നമ്മള് ഇങ്ങനത്തെ സ്കെയിലുകൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഇതൊന്നും ഫുൾഫിൽ ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തി എന്ന് പറയുന്നത് മനസ്സിൽ ഒരുപാട് സ്ട്രഗിൾ ഉള്ള, ഒത്തിരി ഇഷ്യൂസ് ഉള്ള, ഒത്തിരി കാര്യങ്ങളുള്ള ഒരാളാണ്. അയാളെ കൊണ്ട് പറ്റുന്നത് അയാൾ ചെയ്യുന്നുണ്ടോ? വാട്ട് ഹീ ഈസ് ഗിവിങ്, അല്ലെങ്കിൽ അവളുടെ പാർട്ട് അവൾ ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ അവര് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അയാളെ കൊണ്ട് പറ്റാവുന്നത് അയാൾ ചെയ്യുന്നുണ്ടോ? അയാൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത്. അതൊക്കെ എല്ലാം ഞാൻ എന്റെ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന സിനിമയുടെ പേര് അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞ സിനിമ. അപ്പുറത്തെ പാർട്ട്ണർ ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആണ്. അപ്പൊ ജയറാമിനെ ആ സ്കെയിൽ വെച്ച് അളക്കുവാണ് അവിടുത്തെ ഭാര്യ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജയറാം ഒരു പരാജിതനായ ഭർത്താവാണ്. പക്ഷെ ജയറാമിനെ ജയറാമായിട്ട് ഉൾക്കൊള്ളാൻ നേരത്ത് ജയറാം ഒരു അയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ വളരെ ജെന്യുവിൻ ആയിട്ടാണ് അയാൾ അഭിനയിക്കുന്നില്ല, അയാൾ ഫേക്ക് ആവുന്നില്ല. നിങ്ങൾ തന്നെ പറയും, ഫേക്ക് ആയിട്ട് ഒരാൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നതാണോ, അതോ ജെന്യുവിൻ ആയിട്ട് അയാൾക്ക് അറിയുന്നില്ല അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, എന്നാൽ അയാളുടെ മനസ്സിൽ നിങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അയാൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പൊ എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത ഒരു പാർട്ട്ണർ, ഒരു പരാജയപ്പെട്ട പാർട്ട്ണറാണ്, അയാൾ എനിക്ക് വേണ്ട എന്ന് വെക്കുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്. അതായത് ഈ ലവ്സ് മീ അറിയാം, പക്ഷെ അയാൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. അത് അദ്ദേഹം ഒരു പക്ഷെ ഈ മോഡേൺ ഇങ്ങനത്തെ ഡ്രാമാസ് കാണുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയെ കുറിച്ച് അറിയുക. അപ്പൊ നിങ്ങൾ പറയും, പുതിയ കുട്ടികൾ പറയും അതൊക്കെ പഠിക്കണം, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ പഠിക്കണം എന്ന് പറയും. പക്ഷെ ഒരു മനുഷ്യന്റെ ജേർണി എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടി സമയം ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. റിലേഷൻഷിപ്പിലാവുമ്പോൾ എഫേർട്ട് ഇടണം, പഠിക്കണം എന്നുള്ളതൊക്കെ ശരിയാ. അതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത്. മുറിവേറ്റ മനുഷ്യരുണ്ടാവും ഇക്കൂട്ടത്തില്, അപ്പനമ്മയെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടാവും ഇക്കൂട്ടത്തില്, ജീവിതത്തിൽ പരാജയപ്പെട്ടത്, വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത്, സഹോദരങ്ങൾക്ക് വേണ്ടി പഠനം ഉപേക്ഷിച്ചത്, ഇതെല്ലാം ചേർന്ന് നമ്മുടെ പാർട്ട്നേഴ്സിൽ ഉണ്ടാവും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം അയാൾ ഫോക്കസ്ഡ് ആയിട്ട്, ഇതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള ഒരാൾക്ക് ഇത്തരം ഇമോഷണൽ ആയിട്ടുള്ള, ഇത്തരത്തിലുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ സ്പേസ് വേണ്ടേ? സോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ആള് എന്താണ് ശരിക്കും, നിങ്ങൾ അയാളായിട്ട് സ്വീകരിക്കുക. ഒരു സ്കെയിലും വെച്ച് അയാൾ അളക്കരുത്. അയാളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അയാൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ അപ്പുറത്ത് നല്ല കുക്ക് ചെയ്യുന്ന ഒരു ഭാര്യയാണ്, നല്ല ഉത്തമയായ ഭാര്യ എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുക്ക് ചെയ്യാനുള്ള കഴിവ് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഇല്ല. അപ്പൊ നിങ്ങളുടെ ഭാര്യ കുക്ക് ചെയ്യാത്തത് കൊണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര അറിവില്ലായ്മ ഉള്ള ഒരാളാണ്, എനിക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഞാൻ ചെയ്താലും ശരിയാവുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ വേറൊരു കുക്ക് ചെയ്യുന്ന ഭാര്യയെ വെച്ച് എന്നെ കമ്പയർ ചെയ്ത് നോക്കി ഞാനൊരു പരാജയപ്പെട്ട ഭാര്യയാണ് അല്ലേ? അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ആളെ അയാളായിട്ട് സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. സോ അഫെയറുകളിലേക്ക് പോകുന്നത് എന്താണ്? ഇവിടെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അപ്പുറത്ത് കിട്ടുന്ന കരുതിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പുറത്ത് ചിലപ്പോ ഇവിടെ കിട്ടാത്തത് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ അവിടെ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങളുടെ സമൂഹം അംഗീകരിച്ച, സൊസൈറ്റിയെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത, മോറൽ വാല്യൂസിനെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത, അതായത് നിങ്ങൾക്ക് മനസമാധാനം കുറവുകൾ ഉണ്ടെങ്കിലും ദാമ്പത്യത്തിന് ഒരു സ്ട്രോങ് ബിൽഡിംഗ് ആണത്, സ്ട്രോങ് വാൾ ഉണ്ട് അതിനകത്ത്. കുറവുകൾ ഉണ്ടെങ്കിലും ഒരു സ്ട്രോങ് വാൾ ഉണ്ട് അതിനകത്ത്. പക്ഷെ നിങ്ങൾക്ക് കുറവുകൾ
നിങ്ങൾ ഈ കുറവുകൾ കാരണം ഈ വോളിനകത്ത്, ഈ ബന്ധത്തിനകത്ത് നിന്ന് പുറത്ത് കടന്ന് നിങ്ങൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും നോക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങൾ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, മനസ്സാണിത്. ഞാൻ ഈ എഫ്ഐആറുകളിലേക്ക് പോകുന്നവരെ കുറ്റപ്പെടുത്തല്ല, ഇത് മനസ്സാണ്. നമ്മളിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ ഇതിനൊരു മരുന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കണം. എന്റെ മനസ്സ്, എന്റെ പങ്കാളി എനിക്ക് തരാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി ആണെന്ന് വിചാരിക്കുക. ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവത്തോട് പറയാം, അപ്പ ദൈവമേ, എനിക്ക് ഇങ്ങനത്തെ എനിക്കിത് കിട്ടണില്ല. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. എനിക്ക് കിട്ടാത്ത ഒരു കാര്യത്തിന്റെ കുറവ് എന്റെ സ്വഭാവത്തിലാണ്. എനിക്ക് എന്റെ പാർട്ട്ണർ എന്നെ കെയർ ചെയ്യുന്നില്ല, എന്റെ പാർട്ട്ണർ എന്നെ മാനിക്കുന്നില്ല. സോ അതിന്റെ ഒരു പ്രശ്നം എന്റെ സ്വഭാവത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവും. നിങ്ങൾ പബ്ലിക് പ്ലേസിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരുന്നില്ല, മെന്റൽ സപ്പോർട്ട് തരുന്നില്ല. സോ ഇതിനൊക്കെയുള്ള ഒരു അന്വേഷണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഈ അന്വേഷണം നിങ്ങൾ അപ്പുറത്ത് പോയി അന്വേഷിച്ചാൽ നിങ്ങൾ ഇരുട്ടിലേക്ക് പോവുള്ളൂ. എനിക്ക് വലിയൊരു ഉദാഹരണം പറയാൻ പറ്റും, ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ ദൈവമേ, എന്റെ അന്വേഷണങ്ങളെ നീ ശമിപ്പിക്കണമേ, എന്റെ ദാഹങ്ങളെ നീ ശമിപ്പിക്കണമേ. അത് ഫിസിക്കൽ പ്ലഷറിന് വേണ്ടിയുള്ളതാകാം, ഇമോഷണൽ അവൈലബിലിറ്റി ആകാം. ഇത് എനിക്ക് നീ തന്ന വിവാഹം എന്ന ഈ മതിലിനകത്ത് തന്നെ നിലനിൽക്കാൻ, ഇതിനകത്ത് എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് എന്ത് കിട്ടാതിരുന്നാലും എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം എന്നിൽ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ നീ എന്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം എങ്ങനെ വേണമെങ്കിൽ ഇടപെടാം. ഒന്ന് ഇത്തരം ഒരു അന്വേഷണം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ മക്കളിലേക്കോ നിങ്ങളുടെ പാഷനിലേക്കോ നിങ്ങൾക്ക് പുതിയൊരു കാര്യത്തിലേക്ക് ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തില്ല ഒരിക്കലും. ഇപ്പൊ എനിക്ക് സ്നേഹം കിട്ടാത്ത ഒരു ഭർത്താവാണെങ്കിൽ സ്നേഹം എനിക്ക് അന്വേഷിക്കാൻ എന്റെ മനസ്സിന് തോന്നുന്നത് എന്റെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റല്ല. അത് മനസ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അതൊരു ഓർഗണാണ് മനസ്സെന്ന് പറയുന്നത്, അല്ലെ? സിസ്റ്റമാണ്. അപ്പൊ അവിടെ കിട്ടാത്ത സ്ഥാനത്തിനുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നത് നിങ്ങളുടെ തെറ്റല്ല, അതൊരു റിയാലിറ്റിയാണ്. അന്വേഷണം ഉണ്ടാകുമ്പോൾ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എനിക്കും അറിയാം, അല്ലെ? അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടി ദൈവം ഈ അന്വേഷണങ്ങളെ ശമിപ്പിക്കാൻ നീ ഒരു വഴി കാണിച്ചു തരണേ. അപ്പം അത് നിങ്ങളുടെ ഒരു ഫോൾട്ടായിട്ട് നിങ്ങൾ എടുക്കരുത്. മനസ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ മറ്റെന്തിലേക്കെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന രീതിയിൽ ദൈവം ഇടപെടും. ഒന്ന്. മറ്റൊരു തരത്തില് ചിലപ്പോ നിങ്ങൾ അന്വേഷിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് തന്നിട്ട് പറയും. മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഫ്രാൻസിസ് പുണ്യവാളൻ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ ഖുഷ്ബുവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തെ മായ, നിങ്ങൾ എന്താണോ തിരയുന്നത് അതിനകത്തെ ഫോൾട്ടുകൾ, ഇപ്പൊ വല്ലാണ്ട് കെയർ ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. വല്ലാതെ കെയർ ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ അത് നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. അത് നിങ്ങളെ വളരാൻ സഹായിക്കില്ല. ഇപ്പൊ എന്നെ ഒരുപാട് കെയർ ചെയ്യാത്ത ഒരു പാർട്ട്ണർ ഉള്ളത് കൊണ്ട് ഐ ഹാവ് ഇനഫ് സ്പേസ്. സോ എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു. സോ നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ദൈവം നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു പക്ഷേ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളാകും, നിങ്ങളെ കൊണ്ട് കഴിവില്ലെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണർ തന്നു. അവസാനം ജയറാമിന്റെ സിനിമയിൽ ജയറാമാണ് ബെറ്റർ എന്ന് ഭാര്യ തിരിച്ചറിയുന്ന പോലെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ദൈവം തരും. അതായത് അപ്പുറത്തെ വീട്ടിലുള്ള അപ്പുറത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ കുറവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ച സാധനം കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവാൻ പോണില്ല. അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഞാൻ തന്നിട്ടുള്ളത് എന്ന് കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതാണ് ഇതിന്റെ മറ്റൊന്ന്. ഒന്നെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ദൈവം തിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച സാധനം നിങ്ങൾക്ക് കിട്ടിയാൽ അതിനകത്ത് അതിനൊരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മമ്മൂട്ടിക്ക് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുവദിച്ചു തരും, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് ഓക്കെ മതി, ഞാനത് എവിടെന്നേലും ഒരു സ്നേഹാനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് ഈ വിവാഹിതരുടെ ജീവിതത്തിൽ മാത്രമല്ല, സന്യസ്തരുടെ ജീവിതത്തിലുണ്ട്. അവർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആരെങ്കിലും ഒരാളിൽ നിന്ന് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു കൃത്യം എമൗണ്ട് ഓഫ്, അതൊരു അറ്റകൈ പ്രയോഗിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര റിസ്ക് ഉള്ളൊരു സംഗതിയാ. കാരണം അത് നിങ്ങൾക്ക് അനുവദിക്കും. ഒരു 4 മാസം നിങ്ങൾക്ക് ഒരു നല്ല കൂട്ടുകാരനെ തന്നു, നല്ലൊരു കൂട്ടുകാരിയെ തന്നു, എന്നിട്ട് ഒരു സുഹൃത്താകാം, നല്ലൊരു പെൺ സുഹൃത്ത്, നല്ലൊരു ആൺ സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നേക്കാം. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയേക്കാം. മതി എന്ന് ദൈവം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങളുടെ അന്വേഷണമൊക്കെ അവിടെ തീരും. എറ്റേണൽ ലൈഫ് വരെ
നിങ്ങളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് എന്ത് കുറവുള്ളതാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ്. മുൻവിധികളോടുകൂടെ പാർട്ട്ണറെ കാണരുത്. മറ്റ് സ്കെയിലുകൾ വെച്ച് പാർട്ട്ണറെ നിങ്ങൾ അളക്കരുത്. അവിടെ ഉള്ളതാണ് ബെറ്റർ, നമ്മുടെ കുറവുള്ളതാണ് നിങ്ങൾ കരുതരുത്. ബെറ്റർ എന്ന് നിങ്ങൾ കരുതുന്നതിന് അപ്പൊ ആ ജയറാമിന്റെ സിനിമ നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ പൊള്ളയായ കാര്യങ്ങൾക്ക് പുറകെയാണ് നിങ്ങൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ നിങ്ങള് മമ്മൂക്കയുടെ സിനിമയിൽ കണ്ട പോലെ അവസാനം അവർ രണ്ടുപേരും തമ്മില് സിദ്ദിഖിന്റെയും ഖുഷ്ബുവിന്റെയും ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് പുണ്യാളൻ പറയുന്നുണ്ട്, നിനക്ക് നഷ്ടമായെന്ന് നീ കരുതുന്നതൊന്നും നിന്റെ നഷ്ടങ്ങളല്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് കർത്താവ് തന്നിട്ടുള്ളത്. അത് വലിയ കുറവുള്ള ഒരു പാർട്ട്ണർ തന്നെ ആയിരിക്കും. അത് ശരിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും തരാത്ത ഒരു പാർട്ട്ണർ തന്നെ ആയിരിക്കും. ബട്ട് അതുകൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പരിധി വരെ ദൈവം നിങ്ങളെ വളർത്തും. ആ വളർച്ച കഴിഞ്ഞതിന് ശേഷം ദൈവം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് മാറ്റം വരും. 20 വർഷം കെയർ ചെയ്യാത്ത ഒരു പാർട്ട്ണർ അവസാനം നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് ഇൻഡിപെൻഡന്റ് ആയി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ട് നിങ്ങൾ ഒരു എംപയർ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. 21ാമത്തെ വർഷം മുതൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു പാർട്ട്ണർ വേണം എന്നാണ് ദൈവത്തിന്റെ ഹിതം. എന്നാലേ നിങ്ങൾ വളരൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഈ എഫെയറുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ട്. ഇത് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് കാണണം കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് കാണരുത്. ഇപ്പൊ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ഹിന്ദു സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ചാണ് കളിച്ചു വളർന്നതും ലിറ്ററലി ഒരു പാത്രത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പായൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരുമിച്ച് വളർന്ന എനിക്ക് നാട്ടുമ്പുറത്തിനെ കുറിച്ചും കുറ്റിച്ചെടീനെ കുറിച്ചും തുളസിയുടെ ഇത് തലയെ വെക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന ഒരു കൂട്ടുകാരിയുണ്ട്. ഇന്ന് അവള് ഭൂമിയിലില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് അവൾ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്താൽ തന്നെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. അത് അതിനേക്കാളും വലിയൊരു ദുരന്തമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ജോലിയായിരുന്നു അവൾക്ക്. നല്ല ശമ്പളം ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയായിരുന്നു. അവളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അപ്പൻ അമ്മയായിട്ടൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതിരുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ പ്രായത്തിലും അവൾക്ക് ഇങ്ങനെ ഒരാളുടെ ലവ് ആൻഡ് കെയറിന് വേണ്ട ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ചതുപോലെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് നല്ലൊരു ചേട്ടൻ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ട് അവൾക്ക് മറ്റൊരു സ്ഥലത്ത് നിൽക്കേണ്ടി വന്നുകൊണ്ട് ഒരുപാട് ഏകാന്തത അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഒരു തെറ്റിനെ ന്യായീകരിക്കല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ച് ഒറ്റയ്ക്ക് ഒരു വലിയ റൂമിൽ താമസിക്കേണ്ടി വരുന്നു. അപ്പൊ അവള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ജോലി പറ്റുന്നില്ല, എനിക്കിവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവര് 80,000 ഒക്കെ കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ വരാൻ പറയോ? കാനഡയിലുള്ള നിങ്ങളുടെ ഭാര്യ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, നിങ്ങൾ പറയോ ഒരു 5 ലക്ഷം രൂപയുടെ ജോലി വേണ്ട, 2 ലക്ഷം രൂപയുടെ ജോലി വേണ്ടെന്ന് വെച്ച് നീ ഒറ്റപ്പെടലല്ല, ഒറ്റപ്പെടലാണ് ഇമ്പോർട്ടന്റ്, ഒറ്റയ്ക്ക് നീ ജീവിക്കണ്ട, പൈസയല്ല പ്രാധാന്യം എന്ന് നിങ്ങൾ പറയില്ല അല്ലെ? നിങ്ങളുടെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, ആൾക്ക് അവിടെ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ. കുറെ മനുഷ്യന്മാർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, കുറെ മനുഷ്യന്മാർക്ക് ലോൺലിനെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വെച്ചിട്ട് ഒരു എഫ്ഐആറിൽ അവള് അകപ്പെടുകയാണ്. അത് വിചാരിച്ചോടത്തൊന്നും നിന്നില്ല, അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. ഒരു പെൺകുഞ്ഞുണ്ട് അവൾക്ക്, അവൾ ആത്മഹത്യ ചെയ്തു. ഒറ്റയ്ക്ക് ഒരു മുറിയില് ആത്മഹത്യ ചെയ്തു. അപ്പൊ അവൾ പറഞ്ഞപ്പോ കേൾക്കാതിരുന്ന വീട്ടുകാരും അവൾ ഒറ്റയ്ക്കായത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാതിരുന്ന പാർട്ട്ണറും ഒന്നുമല്ല അവസാനം കുറ്റക്കാരായ. മരിച്ചു കഴിഞ്ഞപ്പോഴും അവളെ കുറിച്ച് ആളുകൾ മോശമായിട്ട് പറഞ്ഞു. അവരുള്ള എഫ്ഐആറിൽ പെട്ടത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന്. ആത്മഹത്യ വരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു പിശാചാണ് എഫ്ഐആറുകൾ. ദൈവത്തിന്റെ എന്തോ ഒരു പിടുത്തം കൊണ്ടാണ് കുറെ മനുഷ്യന്മാർ എഫ്ഐആറിൽ പെട്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തിരിച്ചു വരുന്നത്. നാണക്കേടും അപമാനിക്കപ്പെടലും ജീവിതകാലം മുഴുവനുമുള്ള ചീത്തപ്പേരും ഇതൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ് എഫ്ഐആർ. ബട്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയുവല്ല, എനിക്കറിയാം നമ്മുടെ മനസ്സ് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ബട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിലേ ഇനി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച പോലെ തിരിച്ചു വരാനും പറ്റത്തില്ല. അതും ഭയങ്കര പ്രശ്നം തന്നെയാണ്. ബട്ട് ദൈവത്തിന് നിങ്ങളെ അപകടത്തിലേക്ക് പോകാൻ പറ്റാതെ തിരിച്ചു കൊണ്ടുവരാൻ വരും. നിങ്ങൾ എല്ലാവരും ആ കൂട്ടുകാരിയുടെ മനസ്സിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എഫ്ഐആറുകളിൽ പെട്ടിട്ടുള്ളവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും എന്റെ മനസ്സ് മാറ്റണ കർത്താവ്, എനിക്കിത് വേണ്ട എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം.
എങ്ങനെയെങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ നിർത്തി കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ, കുടുംബത്തിന്റെ ചുറ്റുമുള്ള വാൾ ശക്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കുടുംബജീവിതക്കാരുമായിട്ട് അവിഹിത ബന്ധത്തിന് പോകരുത്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ദൈവത്തോടായിരിക്കും. കാരണം അവർക്ക് ചുറ്റും ദൈവം പാളയം അടിച്ചു വസിക്കുന്നുണ്ട്. പള്ളിയിലച്ഛൻ സന്യസ്തരുമായിട്ട് ഒരിക്കലും പോകരുത്, അത് വലിയൊരു യുദ്ധമാണ്. പക്ഷെ വിവാഹ ജീവിതം നടത്തുന്ന ആളുമായിട്ട് അഫയറിന് പോകരുത്. കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഏതറ്റം വരെയും പോവും. ഒരു ശാപമായിട്ടും ഒരു തകർച്ചയായിട്ടും ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മുടെ മക്കളെയും ബാധിക്കും. അതുകൊണ്ട് അഫയറുകളൊക്കെ ഒഴിവാക്കാനും, അത് ഞാൻ കുറ്റം പറയില്ല, അവസ്ഥകളാണ്. ബട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എങ്ങനെയും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേന്ന്. നിങ്ങൾക്ക് വേണ്ടത് കൺമുമ്പിൽ വെച്ച് തന്നിട്ടാണെങ്കിലും ദൈവം നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കും. അപകടങ്ങളിലേക്ക് പോവാതിരിക്കുക. പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.